ലോകത്തിന്റെ കേരളത്തിന്റെ ഉത്സവമായിട്ടുള്ള ഓണം എന്നുള്ള സെലിബ്രേഷൻ നടത്തുമ്പോൾ നമ്മളെ പോലെയുള്ള മക്കൾ അതിൽ പങ്കെടുക്കുന്നത് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്രയും ദുഷപ്പ് നിറഞ്ഞ മനസ്സാണല്ലോ നിങ്ങളുടെ കയ്യിൽ കെട്ടിവെച്ച്. ഞാനത് ഉസ്താദുമാരെ കളിയാക്കണുണ്ട്. ഇപ്പോൾ ഞാനത് എൻ്റെ ഒരു പൊട്ടബുദ്ധിക്ക് തോന്നിയതാവും. മറ്റുള്ള മതസ്ഥരിലെ ഏതെങ്കിലും പെൺകുട്ടികളാകുമെന്നുള്ളത്. മറ്റു മതസ്ഥര്, അതായത് ഹൈന്ദവ മതത്തിലെ പെൺകുട്ടികൾ, ക്രൈസ്തവ മതത്തിലെ പെൺകുട്ടികൾ, ഓരൊക്കെ അച്ചടക്കം അത് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന 100-ൽ 80% അങ്ങനെ ജീവിക്കുന്നവരാണ്. പക്ഷെ അതിൽ ഈ കൊഴുപ്പ്, ചോരത്തറപ്പ് അത് നമ്മുടെ ഈ മാപ്പിളച്ചി പെണ്ണുങ്ങൾക്കാണ് ഉള്ളത്. ഈ മുട്ടയിൽ നിന്ന് വിരിയും പൊളിക്കും ഈ തിളച്ചെണ്ണയിൽ ഈ കടുകിട്ടിട്ട് ഇങ്ങനെ തിളക്കുന്ന ഒരു തിളപ്പുണ്ടല്ലോ, അത് വളർത്ത ദോഷമാണ്. അത് കുഴപ്പമൊന്നുമില്ല. അത് കുറേ കണ്ട് എന്താവും പോകുമ്പോൾ കൂടെ ശരിയായിക്കോളും. പണ്ടൊരു മാടശ്ശേരി ഉണ്ടായിരുന്നല്ലോ, ഓളെ പോലെ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഫേമസ് ആകണം. നേരമില്ല, സമയമില്ല, കാലമില്ല. അപ്പോൾ അതിന് കണ്ടെത്തുന്ന വഴിയാണ് എന്ത്? ഇസ്ലാമിനെ വിമർശിക്കുക, അല്ലെങ്കിൽ പണ്ഡിതന്മാരെ വിമർശിക്കുക. എന്താവും, പെട്ടെന്ന് ഫേമസ് ആവുകയും ചെയ്യും. ലോകത്തിൻ്റെ മുന്നിൽ എന്താവും, നിലയും വലിയ അന്തസ്സും പോവുകയും ചെയ്യും. രണ്ടും സംഭവിക്കും. ഇപ്പോൾ വേറെ ഒരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് നാട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞതാ, ഇഞ്ഞ പെണ്ണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കറുത്ത മുന്തിരിയുടെ പാടൊക്കെ ഉള്ളൊരു പെണ്ണാണെന്ന് പറഞ്ഞു. അപ്പോൾ ഐഡിയ ഞാൻ ഒന്ന് കയറി ചെക്ക് ചെയ്തായിരുന്നു. പണ്ട് മുതൽ ഉള്ള പണ്ഡിതന്മാരുടെ ഓരോരോ വിഷയം എടുത്തിട്ട് വിമർശിക്കുകയാണ്. കാരണം ഫേമസ് ആവുമ്പോൾ നിങ്ങളുടെ അന്തസ്സ്, ആത്മാഭിമാനം, നിലവാരം അതൊന്നും അളക്കുക. അതെത്രയുണ്ട്, ഫേമസ് എത്രയുണ്ട് നോക്കുക. ഫേമസ് എത്രത്തോളം കൂടുന്നു അത് എത്രത്തോളം എന്താവും, കുറയും. അതതിൻ്റെ മാറ്റം. കുഴപ്പമൊന്നുമില്ല. ഇത് ഒന്നില്ലെങ്കിൽ എന്തായിരിക്കണം, കുടുംബത്തിന്ന് അഴിച്ചു വിട്ടതായിരിക്കണം. കാരണം സഹി കെടുമ്പോൾ എന്ത് പണ്ടറായിട്ട് പോകുന്നതുകൊണ്ട് അങ്ങോട്ട് ഒഴിവാക്കി വിടുമല്ലോ, അമ്മാതിരി കേസുകളായിരിക്കും. അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ചാടിപ്പോകുന്നതായിരിക്കും. അല്ലാണ്ട് നല്ല കുടുംബത്തിൽ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ച മക്കളെന്താവൂല, ഒരിക്കലും മതപരമായിട്ടുള്ള പണ്ഡിതന്മാരെ മോശമായിട്ട് ചിത്രീകരിക്കൂല, കളിയാക്കൂല, വിമർശിക്കൂല. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താലും എന്താവുള്ളൂ, നാലാൽ അറിയുള്ളൂ, പബ്ലിസിറ്റി, പെട്ടെന്ന് ഫേമസ് ആവും. ഒരൊറ്റ ദിവസം കൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ച് പണ്ഡിതന്മാരെ കളിയാക്കി മോശമാക്കിയിട്ട് വിമർശിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് രാത്രി ഒന്ന് ഉറങ്ങിയാൽ നേരം വെളുക്കുമ്പോഴേക്കും എന്താവും, ഓൾ എയറിൽ കയറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ കണ്ടെത്തുന്ന വഴിയാണ്. അതിന് ഇൻഷാല്ലാ പോകുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് മനസ്സിലാകുമെന്നാണ് വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അതായത് അതമ്പതിച്ചു പോയാൽ പിന്നെ എന്താവൂല, പിടിച്ചാൽ കിട്ടാൻ ഭയങ്കര പാടാ. ഇവിടെ പറയുന്നത് പിന്നെ ഞങ്ങളോടാണോ ഓണം ആഘോഷിക്കേണ്ട കാര്യം പൊട്ടത്തി പെണ്ണേ എന്നോട് പറഞ്ഞിട്ടില്ല. ഉസ്താദ് പറയുന്നത് ചെറുപ്പക്കാരായ മുസ്ലിങ്ങളോട്, അന്നേപോലെ മുസ്ലിമായിട്ട് ജനിച്ച അവളുകളോടുമല്ല അവന്മാരോടുമല്ല, ഇസ്ലാമിൻ്റെ നാമ പേറി നടക്കുന്ന നിന്നെപ്പോലത്തെ അവളുകളോടുമല്ല അവന്മാരോടുമല്ല. ആ പ്രശ്നം തീർന്നല്ലോ. മുസ്ലിമായിട്ട് മരിക്കണം എന്ന് ചിന്തിച്ച് അള്ളാഹു റസൂലിനും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ആ ഉസ്താദ് പറഞ്ഞത് ബാധകമുള്ളൂ. നമ്മളിത് പറയുമ്പോൾ പ്രതികരണങ്ങൾ, തെറിയ ഏറ്റവും ഒക്കെ വരും. ഒരു കുഴപ്പമില്ല. കാരണം പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ് തോന്നിയത് കൊണ്ട് മാത്രമാണ് പറയുന്നത്. തെറി പറയുന്നവർക്ക് എന്തും പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ പേരിൽ ഈ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുന്ന അവന്മാരും അവളുമാരുണ്ടല്ലോ, ആ വിളിക്കുന്ന അവളോട് പറയാനുള്ളത്, നിങ്ങൾ ആരുടെയെങ്കിലും പിന്നെ തന്തയ്ക്കോ തള്ളയ്ക്കോ വിളിക്കുന്നുണ്ടെങ്കിൽ ആ അനാവശ്യമായിട്ടുള്ള തന്തയും തള്ളിയും ഒന്ന് നിങ്ങളും പിന്നെ നിങ്ങളുടെ തന്തമാരും, നിങ്ങൾക്കാണ് ആ പേര് ചേരുള്ളൂ. ഇന്ന മോനെ ഇന്ന മോളെ എന്നൊക്കെ വിളിക്കുന്ന ഈ വിവരം കെട്ട മനുഷ്യന്മാരുണ്ടല്ലോ, അതെന്താവില്ല, നിങ്ങൾക്കാണ് ആ പേര് ചേരുക, വിളിക്കുന്നവർക്കാണ് പേര് ചേരുക. അപ്പോൾ വിളിക്കുമ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, തിരിച്ച് ചിന്തിക്കുക. അത് അങ്ങനെ തന്നെ പറഞ്ഞേക്കുകയാണ്, നമുക്കത് പറഞ്ഞ ശീലമില്ല. നമ്മൾ എത്രയും വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇതിനെ എതിർക്കുന്ന, ചീത്ത വിളിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അന്യമതസ്ഥരെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഹൈന്ദവ മതത്തെ ആദരിക്കണം, ബഹുമാനിക്കണം. അതിനെ അവഗണിക്കുകയാണോ, നിങ്ങൾ മുസ്ലിമല്ല. ഒരു ഹൈന്ദവ അല്ലെങ്കിൽ ക്രൈസ്തവ മതവിശ്വാസത്തിൻ്റെ ആചാരം, അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം. ഓണാഘോഷത്തെ എന്ത് ചെയ്യണം, ആദരിക്കുക, ബഹുമാനിക്കുക, അതിനെ വീക്ഷിക്കുക, സൗഹൃദം പങ്കിടുക, എന്ത് ചെയ്യുക, അനുവദനീയമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ ആരാധനയുടെ ഭാഗവും വഹിച്ച് അതിൽ പോയിട്ട് പങ്കെടുക്കുക, ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇസ്ലാം നിഷിദ്ധം തന്നെയാണ്. അത് പാടില്ല എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്.
അത് പറ്റുന്നവർ അംഗീകരിച്ചാൽ മതി, അല്ലാത്തൊരു വേണ്ട, കുഴപ്പമില്ല, പോവാ. നിങ്ങൾ പ്രായത്തിന് മൂത്തവരായതുകൊണ്ട് മാത്രം ഞാനിപ്പോ നിങ്ങളുടെ വാപ്പാക്ക് വിളിക്കുന്നില്ല. പിന്നെ ഈ പൊട്ടത്തി പെണ്ണ് പറയുന്നത്, അത് പറഞ്ഞ ഉസ്താദ് ഉണ്ടല്ലോ, ആ ഉസ്താദ് ഈ പെണ്ണിൻ്റെ വയസ്സിന് മൂത്തത് കൊണ്ട് ആ ഉസ്താദിൻ്റെ വാപ്പാക്ക് വിളിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊന്ന് വിളിച്ചു നോക്ക്. എൻ്റെ തറവാട്ടിൻ്റെ മഹമി എന്താണെന്നുള്ളത് ലോകര് മുഴുക്കറിയും. ഇപ്പം ഏത് തലതിരിച്ച ഏത് ഇന്നിപ്പോൾ ഹാജിയുടെ പേരക്കുട്ടിൻ്റെ പേരക്കുട്ടി ആയാലും അത് വിഷയാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്ത് ചെയ്യുക, നോക്കിയങ്ങോട്ടെ, നിങ്ങൾ ആഘോഷിച്ചോളി. ഓണം ആഘോഷിക്കേ, അമ്പലത്തിൽ പോവുകയെ, പൂജ ചെയ്യേ, ഒക്കെ അവകാശമുണ്ടല്ലോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ കളിയാക്കിക്കൊണ്ട് എന്നൊക്കെ പറയുന്നത്, ഒരു ഓണത്തിന് പോകരുതെന്ന് പറയുന്ന ഒരു വീഡിയോ ഫണ്ണായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാകും. അതിനെ അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. പ്രതികൂലിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, ചെങ്ങായിമാരെ, ഈ പ്രതികൂലിക്കുന്നവരൊക്കെ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ളവരാണോ, അതിന്റെ പാതയിൽ ജീവിക്കുന്നവരാണോ? ഞാൻ 10ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടുള്ളൂ, അപ്പൊ അതിന്റെ ഇവരെ നമുക്ക് ഉണ്ടാവും. ഞാൻ 10ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചു എന്നുള്ളതാണ്. 10ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ട് ഈ പറഞ്ഞത് കളിയാക്കുകയാണ് എന്നുള്ളത് ഓൾക്ക് തിരിഞ്ഞിട്ടില്ല. ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദുമാരെ എങ്ങനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ളത് 2ാം ക്ലാസ്സോടുകൂടി എന്താവും, ആ പെണ്ണിനെ മനസ്സിലാവും. 10ാം ക്ലാസ് വരെയും പഠിച്ചിട്ട് എനക്കത് തിരിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഇത് പഠിച്ചതൊക്കെ തലതിരിഞ്ഞു പോയി എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ മാപ്പിളച്ചി പെണ്ണുങ്ങൾക്ക് സാരിയും ഇതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം, പോയി അന്യ പുരുഷന്മാരുടെ ഇടയിൽ എന്ത് ചെയ്യണം, പോയി തുള്ളിച്ചാടണം, ആഘോഷിക്കണം, അർമ്മദിക്കണം. അത് എന്തു വേണം, ഇസ്ലാമിക വീക്ഷണപ്രകാശം ശരിയാണ് എന്ന് പറയും വേണം, അതങ്ങനെ സ്ഥിരപ്പെടുകയും വേണം. കാരണം എന്താ, പിന്നെ ഈ ഓണം കഴിഞ്ഞാൽ പിന്നെന്താ, പിന്നെ മഫ്തയും ഫർദയൊക്കെ ഇട്ട് നടക്കേണ്ടതാണ്. കേവലം ഒരു ദിവസത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനാണ്. അതിനെയാണ് മതത്തെ കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വിശ്വാസം, അത് വേറൊരു ആരാധനയുണ്ട് എന്ന ആരാധനയുടെ ഒരു ഭാഗമായിട്ടുള്ള ആഘോഷം, അതിൽ പോയിട്ട് ആഘോഷിക്കലും പങ്കെടുക്കാനായിട്ട് എന്താണ്, ഇവിടെ സ്വന്തം വിശ്വാസം താൽക്കാലികമായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യുകയാണ്. അതാണ് നടക്കുന്നത്. പക്ഷെ ഓർക്കത് അറിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുകൊണ്ട് കഴിഞ്ഞാലോ പിന്നെ സാധാരണ ലെവലായി. അത് പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ന്യൂ ജനറേഷൻ ആളുകളാവുക, മോഡലാവുക, സെക്യുലറാവുക, ഒക്കെ ആവുക, മുസ്ലിം ആവാൻ പറ്റില്ല. അപ്പോൾ അത് കുഴപ്പമില്ലാത്തവർ ചെയ്തോട്ടെ, കുഴപ്പമില്ല, അവർക്ക് അവകാശമുണ്ട്. അവർക്ക് ഓണം ആഘോഷിക്കുക, എന്തും ചെയ്യുക. പിന്നെ അനിസ്ലാമികമായിട്ട് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ അങ്ങനെ ചെയ്തിട്ട് ഇസ്ലാമിൻ്റെ പേരിൽ ചെയ്യരുത്. അത് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്, വിമർശനങ്ങൾ വരുന്നത്. അത് പാടൂല എന്നും പറഞ്ഞിട്ട് ഉസ്താദന്മാരുടെ ബക്കറ്റ് കയറുക, ഉസ്താദന്മാരെ കളിയാക്കുക എന്നുള്ളത്, അത് നിങ്ങളുടെ കുടുംബ പരമ്പരയുടെ അന്തസ്, അഭിമാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഉസ്താദ്, ഇപ്പൊ ഈ പെണ്ണിന്റെ പേരെന്താണെന്ന് അറിയില്ല, അതിൽ പങ്കെടുക്കരുത് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്രയും ദുഷ്ട നിറഞ്ഞ മനസ്സാണല്ലോ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. ഓളെ കൊണ്ട് ഇജ്ജ് ആഘോഷിക്കേണ്ടെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ എടി സൈനബാജ് ആഘോഷിക്കേണ്ടെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഇന്നവനെ ഇജ്ജ് ആഘോഷിക്കേണ്ട, അങ്ങനെയല്ല. മുസ്ലിമുകൾ ആഘോഷിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ മുസ്ലിമിൽ പെടുവോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. പെടും എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നടക്കുക. പെടൂല എന്നാണ് എന്ത് ചെയ്യുക, അങ്ങോട്ട് പോവുക, കുഴപ്പമില്ല, അവകാശമുണ്ട്. അപ്പം ഇസ്ലാം എന്താവൂല, കാലത്തിനനുസരിച്ചിട്ട് ഇസ്ലാം മാറൂല. നിങ്ങൾക്ക് മാറാം, നിങ്ങൾക്ക് പാറാം, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്തും ചെയ്യാം, എന്തൊട്ട് നടക്കുക. ഇനിയിപ്പോൾ ഒന്നും ഇടാണ്ട് നടക്കുക, എവിടെ വേണമെങ്കിൽ പോയിട്ട് എന്ത് ചെയ്യുക, തുള്ളിച്ചാടുക. അതിനൊക്കെ എന്ത് രാജ്യത്ത് നിയമമുണ്ട്. ഇസ്ലാമിൽ തെളിവ് വേണമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല. വിഷയതാണ്. പോക്കിരിത്തരം കാണിക്കുകയും വേണം, ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുകയും വേണം. എന്നാൽ പിന്നെ ആരും ഒന്നും മിണ്ടാനും പാടില്ല. അത് ഇസ്ലാമിക വിഷയം തെറ്റാണെന്നും പറയാനും പാടില്ല, അങ്ങനെ വരാനും പാടില്ല. ആ ഒരൊറ്റ ദിവസത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് അത് നടക്കൂല മക്കളെ. അതുകൊണ്ട് മുസ്ലിമായിട്ട് ജനിച്ച അവളുകളോടും അവന്മാരോടും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൻ്റെ നാമം പേറി നടക്കുന്ന അവളുകളോട് അവന്മാരോടും പറഞ്ഞിട്ടില്ല. ഉസ്താദുമാർ, പണ്ഡിതന്മാർ പറയുന്നത് മുസ്ലിമായിട്ട് മരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്, അവർക്ക് മാത്രമേ ബാധകമുള്ളൂ. ഈ പറഞ്ഞ നിനക്ക് തീരെ ബാധകമല്ല. ഇത് പൊക്കോ, ചാടിക്കോ, തുള്ളിച്ചാടിക്കോ, എന്ത് പണി ആയിക്കോ, പ്രശ്നമില്ല. പക്ഷെ എന്ത് ചെയ്യരുത്, അതിന് ഇസ്ലാമിക വീക്ഷണപ്രകാരം വിമർശിക്കാൻ പാടില്ല. ശരിയാണെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നാൽ ഉസ്താദുമാരുടെ വാപ്പാക്കോ കളിയാക്കലൊക്കെ ചെയ്താലെന്താവും, നിങ്ങളുടെ തറവാട്ട് മഹിമ എന്താണെന്നുള്ളത് ലോകരും മുഴുക്കറിയും. അത്രേ ഉണ്ടാവുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല.